ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നു, അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് കുറച്ച് വരും, അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മിറ്റ്സ്, ഫാറ്റ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്, കുറച്ച് ഡയറ്റ് പ്ലാൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ബെല്ലി ഫാറ്റ്, നമ്മുടെ വയറ് നമ്മൾ എങ്ങനെ കുറയ്ക്കും എന്നാണ് എല്ലാവരുടെ കാര്യം. ബാക്കിയുള്ള ബോഡി പാർട്സ് ഒക്കെ കുറയുമെങ്കിലും വയറെന്ന് പറയുന്നത് കുറയാൻ പാടാണ്. അപ്പോൾ അതെങ്ങനെ കുറയ്ക്കും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയുമോ കുറയില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയും. പക്ഷേ കുറയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ബെല്ലി ഫാറ്റിന് വേണ്ടി മാത്രം കുറച്ച് വർക്കൗട്ട് ചെയ്യും, പിന്നെ കുറച്ച് ഡയറ്റ് അത് ഇതൊക്കെ എടുക്കും. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലറി ഡെഫിസിറ്റ് ചെയ്തിട്ട്, പിന്നെ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്തിട്ട്, നമ്മൾ വെയിറ്റ് സ്ട്രെങ്തനിങ് മീൻസ് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക, കോർ എക്സസൈസ് ചെയ്യുക, ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുക. ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത് പതിയെ കുറയും. ബെല്ലി ഫാറ്റിലാണ് ഒരുപാട് കൊഴുപ്പ്. കാര്യം നമുക്ക് മുകളിലത്തെ വയറിലും ഫാറ്റ് ഉണ്ടാവും, താഴെയും ഫാറ്റ് ഉണ്ടാവും. അങ്ങനെ രണ്ട് സ്ഥലത്ത് ഫാറ്റ് സ്റ്റോറേജ് വരുമ്പോൾ അതെല്ലാം കുറഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കുമെന്നുള്ള ഒരു ഫാക്റ്റ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പ്രോപ്പറായിട്ട് ഉറക്കം, ഒരു 7 to 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. സ്ട്രെസ് ലെവൽ ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കൂടുതലാവും, കുറയാനുള്ള ഒരു ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ 70% ഡയറ്റിലാണ് ഇരിക്കുന്നത്. ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണി ഇരിക്കലല്ല, അതിനകത്ത് പ്രോട്ടീൻ ആഡ് ചെയ്താലേ ബെല്ലി ഫാറ്റ് കുറയുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെതിൽ കണ്ടിട്ടുള്ളതിലൊരു വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഡയറ്റ് എടുക്കാത്ത സമയങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 10-15 ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബെല്ലി ഫാറ്റ് എല്ലാം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 15 ദിവസം കൊണ്ട് എൻ്റെ വയറ് കൂടി, എന്നിട്ട് ഒരു 2 ദിവസം ഒന്ന് കുറഞ്ഞിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 7 മണിക്ക് ഉള്ളിൽ ഞാൻ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾ എൻ്റെ വയറെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക, വലുതായിട്ട് വീർത്തൊന്നും ഇരിക്കുന്നത് ഞാൻ കാണാറൊന്നുമില്ല. പക്ഷേ ഞാൻ 7 മണിക്ക് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് ഉള്ളിനകത്ത് ഫുഡ് കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ആ ഒരു കാര്യം എനിക്ക് കുറച്ച് ദിവസത്തേക്ക് തന്നെ ഇങ്ങനെ വയറിങ്ങനെ വീർത്തിരിക്കാനും, ഞാൻ വിചാരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ വയറ് വെച്ചു എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു സ്റ്റൈല് മാറ്റി, അല്ലെങ്കിൽ ആ ഒരു ടൈമിനെ ഒന്ന് മാനേജ് ചെയ്തെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് എടുക്കുന്ന ടൈം നമ്മളുടെ കാലറി അനുസരിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു 6 to 7 മണിക്കുള്ളിൽ ഫുഡ് കഴിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. പിന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. ഫാറ്റ് സ്റ്റോറേജ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെള്ളം കുടിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മൾ അല്ലാതെ ഓവർ ഈറ്റ് ചെയ്യുകയും നമ്മൾ ജങ്ക് ഒരുപാട് എടുക്കാനും, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഹെൽത്തി ഫുഡാണെങ്കിലും ശരി, ഒരുപാട് കൺസ്യൂം ചെയ്താൽ അത് ജങ്കിന് തുല്യം തന്നെയാണ്. നമുക്ക് കാലറി കൂടുന്നു എന്ന് ജങ്ക് കഴിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ ഹെൽത്തി ഫുഡാണെങ്കിൽ ഓവർ ഈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാലറി കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ടൈം നമുക്ക് ഈ വിശപ്പ് അല്ലെങ്കിൽ ക്രേവിങ്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വെള്ളം നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ മതിയാവുന്ന അത്രയും വെള്ളം കുടിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു, സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക, കോർ എക്സസൈസ് ചെയ്യുക. ബെല്ലി ഫാറ്റ് മാത്രം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് കുറച്ച് നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു എക്സസൈസ് ചെയ്ത് നമുക്ക് എന്താ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. പ്ലസ് നമുക്ക് ഫുൾ ബോഡി വർക്കൗട്ട് എന്തായാലും ചെയ്തിരിക്കണം. നമ്മൾ ആഴ്ചയിൽ നമ്മൾ വർക്കൗട്ട് ഒരു 7 ദിവസത്തത് നോക്കുന്നെങ്കിൽ ഒരു ദിവസം റെസ്റ്റ് ഡേ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 6 ദിവസം എടുക്കുമ്പോൾ അത് എങ്ങനെയാണ് കാർഡിയോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്ട്രെങ്തനിങ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്
കാർഡിയോ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബെല്ലി ഫാറ്റിന് വേണ്ടി മാത്രം കുറച്ച് ടൈമും സ്പെൻഡ് ചെയ്തപ്പോൾ ഈ പറയുന്നത് എനിക്ക് പതുക്കെ പതുക്കെ കുറഞ്ഞ് വരുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ബെല്ലി ഫാറ്റ് കുറഞ്ഞു വന്നു. പിന്നെ നടത്തം കൊണ്ട് മാത്രം നമുക്ക് ബെല്ലി ഫാറ്റ് കുറയില്ല. പ്ലസ് നമ്മൾ ഇത്രയും ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വൈകുന്നേരം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നടക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റാണ്. അത് നമുക്ക് ഫുൾ ബോഡി മൊത്തത്തിൽ നമുക്ക് സ്ട്രെങ്തനിങ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ബെല്ലി ഫാറ്റിന് നല്ലൊരു കാര്യം തന്നെയാണ് വർക്കൗട്ട്. പക്ഷേ ബെല്ലി ഫാറ്റിന് നല്ലൊരു കാര്യം തന്നെയാണ് വാക്കിംഗ്. പക്ഷേ വാക്കിംഗ് കൊണ്ട് മാത്രം നമുക്ക് ഈ പറയുന്ന ബെല്ലി ഫാറ്റ് ഒരിക്കലും കുറച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഒരു വീക്ക്ലി റൊട്ടീൻ എടുക്കുന്നെങ്കിൽ നമുക്കൊരു 3 to 4 ദിവസം വെയിറ്റ് സ്ട്രെങ്തനിങ് എക്സസൈസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വാട്ട് ചെയ്യാം, പുഷപ്സ് ചെയ്യാം, ലഞ്ചസ് ചെയ്യാം, പിന്നെ ഡമ്പൽ വെച്ചിട്ടുള്ള എക്സസൈസ് ചെയ്യാം. ഡമ്പൽ ഇല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ ബോട്ടിലിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോർ എക്സസൈസ് എന്ന് പറയുമ്പോൾ പ്ലാങ്ക് ചെയ്യാം, ബൈസൈക്കിൾ ക്രഞ്ചസ് ചെയ്യാം, ലെഗ് റൈസ് ചെയ്യാം, മൗണ്ടൻ ക്ലൈംബർ, ഇത്ര എക്സസൈസ് ഒക്കെ ചെയ്യാം. ഇതിൽ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് വർക്കൗട്ട് ആയോ എന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് 10, 8, 6 അങ്ങനെയാണ്. ആദ്യം 10 ചെയ്യും, പിന്നെ 8 ചെയ്യും, പിന്നെ 6 ചെയ്യും. ഇങ്ങനെയാണ്. ഇതിനെ ഞാൻ പതുക്കെ കൂട്ടി 12 ആക്കി, 12, 10, 8 ആ ഒരു രീതിയാക്കി. അങ്ങനെ ഞാൻ എൻ്റെ മാക്സിമം പറ്റുന്ന രീതിയിൽ കുറച്ച് കൂടുതൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വയറ് നല്ല ഒരു എന്താ പറയുക നമുക്ക് നല്ലൊരു പെയിൻ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു പെയിൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതി എന്ന് തോന്നിയാൽ ആ പെയിൻ വന്ന് അത് കഴിയുമ്പോൾ നമ്മൾ ഒരു സമാധാനമാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ബെല്ലി ഫാറ്റിൻ്റെ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സഹായമാണ്. നമുക്ക് ബാക്കി ബോഡി പാർട്സ് ഒക്കെ എളുപ്പം കുറയും. എന്താ പറയുക, നമ്മുടെ ഫേസിൻ്റെതൊക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫാറ്റ് നമുക്ക് പെട്ടെന്ന് പോവുമെങ്കിൽ ഈ ബെല്ലി ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പാടായിട്ട് മാത്രമേ കുറയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടിയിരിക്കും. പറ്റുമെങ്കിൽ ഡെയിലി ബെല്ലി ഫാറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ എപ്പോഴും വയറ് നിറയെ ഫുഡ് കഴിക്കാതിരിക്കുക. അവിടെ ഒരു സ്പേസ് ഇട്ടേക്കണം. എപ്പോഴും നമ്മുടെ വയറിൽ ഒരു സ്പേസ് ഇട്ടേ, ഒരു 40% നമ്മളൊരു സ്പേസ് ഇട്ടേ. ആ ഒരു 40% നിങ്ങൾ വേണമെങ്കിൽ വെള്ളം കുടിച്ച് വേണമെങ്കിൽ ഫില്ല് ചെയ്തോ. പക്ഷേ ഒരിക്കലും ബാക്കിയുള്ള ഫുഡ് കൺസ്യൂം ചെയ്തിട്ട് വയറ് ഫില്ലാക്കി വെക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഫാറ്റ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സ്ട്രെസ് കൂടുതലാണെങ്കിൽ നമുക്ക് കോർട്ടിസോൾ കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ഫാറ്റ് സ്റ്റോറേജ് കൂടുകയും ചെയ്യും. ഈ സ്ട്രെസ് വരുമ്പോഴും നമുക്ക് ഓവർ ഈറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ വിഷമം വരുന്ന സമയത്ത് നമ്മൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഓവർ ഈറ്റ് അല്ലെങ്കിൽ ബാക്കി ഫുഡ് കൺസ്യൂം ചെയ്തിട്ട് ആ ഒരു വിഷമത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോഴും നമ്മൾ ഓവർ ഈറ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം അവസാനം കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ വയറിൻ്റെ ഫാറ്റാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു 15 ദിവസത്തിന് മുന്നേ ഞാൻ കുറച്ച് വെച്ച ബെല്ലി ഫാറ്റ് ഈ 15 ദിവസം കൊണ്ട് എനിക്ക് പിന്നും വെച്ചു. അതുകൊണ്ട് ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ വണ്ണം എന്ന് പറയുന്ന ഒരു സാധനം വരാൻ ഭയങ്കര സിമ്പിളാണ്, കുറയ്ക്കാനാണ് ഏറ്റവും പാട്. ചിലർക്കാണെങ്കിൽ എന്താ പറയുക, വണ്ണം വെക്കാൻ ഭയങ്കര പാടാണ്. ചിലർക്കാണെങ്കിൽ വണ്ണം വെക്കാൻ ഭയങ്കര സിമ്പിളാണ്. ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പെട്ടെന്ന് തന്നെ വണ്ണം വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബോഡി കാറ്റഗറിയിലുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഒരുപാട് പേരെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ബോഡി കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. കാര്യം നമുക്ക് തോന്നി ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഒരുപാട് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. ഈ പറയുന്ന പോലെ നമ്മളൊരു കൺട്രോൾ കീപ്പ് ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡയറ്റ് എടുത്തിട്ട് നമ്മളെ ടാർഗറ്റഡ് വെയിറ്റ് നമ്മൾ കുറച്ച് വച്ചതിന് ശേഷം ഈ പറയുന്ന പോലെ നമുക്ക് പോർഷൻ കൺട്രോൾ ചെയ്ത് ബാക്കി ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഈ ടാർഗറ്റഡ് വെയിറ്റ് നമ്മൾ കുറച്ച് വേണ്ടി വെക്കണം. ഇപ്പോൾ ചിലർ വണ്ണം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ബോഡി ഫാറ്റും കുറഞ്ഞിട്ട് ഈ ബെല്ലി ഫാറ്റ് മാത്രം ഇങ്ങനെ വീർത്തിരിക്കും. അത് നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെയൊക്കെ വരും. ഉറപ്പായിട്ടും ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച് കഴിഞ്ഞതിന് ശേഷം വരുന്ന വയറ് അതൊക്കെ കുറയ്ക്കാൻ കുറച്ച് പാടാണ്. കാര്യം അത്രയും നാൾ ക്യാരി ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നീട് ആകുമ്പോഴത്തേക്ക് ആ ഒരു വയറിങ്ങനെ തൂങ്ങി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് കുറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രഗ്നന്റ് അല്ലാതെ പ്രഗ്നൻസി ഒന്നും കഴിയാതെ അല്ലാതെ നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് വയറ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
കോർ എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്തിരിക്കുക, കാലറി ഉറപ്പായിട്ട് കുറച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്തൊന്ന് ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് വയറിൻ്റെ ആ ഒരു ഫാറ്റ് ഉറപ്പായിട്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയിട്ടാണ്. ഞാൻ വാക്കിംഗ് ചെയ്ത സമയത്തൊന്നും എനിക്ക് കുറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്ന് മാറ്റി ഞാനൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പ് ഇങ്ങനെ അലിഞ്ഞ് പോവും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വസിച്ച് കുറേ ചൂടുവെള്ളമൊന്നും കുടിക്കരുത്. വെള്ളം കുടിക്കുക. അല്ലാതെ ഈ പറയുന്ന പോലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ബാക്കിയുള്ള മിക്സ് ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഒരുപാട് വിഷമം വരും. ആ ഒരു ടൈം ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഉറപ്പായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അല്ലാതെ സിമ്പിളായിട്ട് ദേഹം അനങ്ങാതെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വണ്ണം കുറയും എന്നുള്ള കാര്യങ്ങൾ വെറുതെ വിശ്വസിച്ച് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ണം കുറയാത്തതിൻ്റെ ആ ഒരു വിഷമം കൂടെ നമ്മൾ സഹിക്കേണ്ടി വരും. പ്ലസ് ബാക്കി ഈ വെയിറ്റ് ഇത്രയും ഉള്ളതിൻ്റെ ആ ഒരു വിഷമം കൂടി നമുക്ക് ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ കഷ്ടപ്പെട്ടാൽ മാത്രമേ വണ്ണം കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് ചിന്തിച്ചിട്ട് വേണം. പ്രത്യേകിച്ച് ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത് കഷ്ടപ്പെട്ടാൽ മാത്രമേ കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.